ഹലോ ഹായ്. അങ്ങനെ വിവാഹത്തിന് ഒരുപാട് മുന്നേ ഉള്ള ഒരു നേർച്ച പൂർത്തീകരിക്കാനായിട്ട് ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതാണ്. നല്ല തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭംഗിയായിട്ട് ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി. ഇന്നത്തെ ട്രേഡ് ഇവിടെ നിന്നാകട്ടെ എന്ന് കരുതി നമുക്ക് എന്നത്തെയും പോലെ ചാർട്ട് നോക്കാം. ചാർട്ട് CPR-നടുത്താണ് ഓപ്പൺ ആയേക്കുന്നത്. ഞാൻ എന്നത്തെയും പോലെ തന്നെ SGS നിഫ്റ്റി ഓൺ ആയപ്പോൾ ചെറിയൊരു ബുള്ളിഷ് ആയിരുന്നു മാർക്കറ്റ്. ബട്ട് ഓപ്പൺ ആയപ്പോൾ ഏകദേശം 300 പോയിൻറ്റിനടുത്ത് 250 പോയിൻറ്റിന് എബോവ് ഗ്യാപ്പ് ഡൗൺ ആണ്. എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷനാണ്. ഇതുപോലെ എവിടുന്ന് വേണമെങ്കിലും ആവാം, ചിലപ്പോൾ PDL എന്നായിരിക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്താൽ എനിക്കിവിടെ ഒരു ലിക്വിഡിറ്റി ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു അപ് മൂവിന് ശേഷം മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതിനെ ബോക്സായിട്ട് വരച്ചാൽ ആ ബോക്സിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യണം അല്ലേ. മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുള്ളൂ? മാർക്കറ്റിന് ഫ്യൂല് വേണം. ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി മാത്രമേ മാർക്കറ്റ് മൂവ് ചെയ്യൂ. നിങ്ങൾക്ക് തന്നെ സ്ക്വയർ ലിക്വിഡിറ്റി എന്നോ ഇതുപോലെ ട്രെൻഡിലേക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. അതുകൊണ്ട് സ്വീപ്പ് ആയിട്ടുണ്ട്. എൻ്റെ എൻട്രി ട്രിഗറായി. ഞാൻ ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലായി ട്രേഡ് നോക്കിയാൽ തുടക്കത്തിൽ കുറച്ച് ലോസ് ആയിരുന്നു, ബട്ട് പെട്ടെന്ന് റിക്കവറായി. 9:56 കൊടുത്ത ട്രേഡാണ്. 10:06 ആയപ്പോഴത്തേക്കും 1:1.5 എബോവ്. ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തേക്ക് നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കേ. 1:1.5 എബോവ് വന്നാൽ പിന്നെ ട്രേഡ് കോസ്റ്റ് വെക്കുക പോലും ചെയ്യരുത്. ഒന്നുകിൽ ആ 1:1 എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് 1:1.5 എബോവ് പോയിട്ട് തിരിച്ച് 1:1 ബുക്ക് ചെയ്ത് മാറുക. കാരണം ആലോചിക്കുക, കിട്ടിയ 16 പോയിന്റ്, ഇനി കിട്ടാനുള്ള 3-4 പോയിന്റ് കളയുന്നത് ഒരിക്കലും ഒരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എൻ്റെ ഓർഡർ ബുക്ക് കണ്ടോ? 2 ട്രേഡേ ഉള്ളൂ അല്ലേ. ഓവർ ട്രേഡിംഗ് ഇല്ല, റിവഞ്ച് ട്രേഡിംഗ് ഒന്നുമില്ല. 1000 എബോവ് പ്രോഫിറ്റ് ഉണ്ട്.